നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻസ് സ്റ്റഡീസിലെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സർവ്വസമവാക്യങ്ങൾ, അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് വേറെ രൂപത്തിൽ എഴുതാം, എ സ്ക്വയർ എ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് 2ab എന്നുള്ള രൂപത്തിൽ എഴുതാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ പെട്ടെന്ന് ഉത്തരം നമുക്ക് കണ്ടെത്താം എന്നതാണ്. അത് PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം. 728 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 728 കണ്ടോ, ഈ 728 തന്നെയാണ് ഇവിടെയും, ഇൻറ്റു 272 പ്ലസ് 272 സ്ക്വയർ. അപ്പോൾ ഇത് നോക്കിക്കേ, എ സ്ക്വയർ എൻ്റെ 722 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ് 728 ഇൻറ്റു ബി എത്രയാണ് 272 ഇതുണ്ടോ, പ്ലസ് ബി സ്ക്വയർ 272 സ്ക്വയർ. ഇത് 2 ഇൻറ്റു എ ഇൻറ്റു ബി, ഇത് 272 അല്ലേ, ബി സ്ക്വയർ ഇതല്ലേ, അപ്പോൾ ബി ഇത്. അത് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് എഴുതിയാൽ മതി. അപ്പോൾ എ എത്രയാണ് 728 പ്ലസ് ബി എത്രയാണ്, അല്ല ബി സ്ക്വയറിന്റെ സ്ഥാനത്തല്ല 272 സ്ക്വയർ കിടക്കണം. അപ്പോൾ ബി എത്രയാണ് 272 ഹോൾ സ്ക്വയർ എന്നെഴുതാം. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. എങ്ങനെ എഴുതും, 728 272 കൂട്ടുമ്പോൾ എത്ര വരും, 8 2 10 8 2 10 1000 വരും അല്ലേ. അപ്പം 1000 സ്ക്വയർ. ഈ 1000 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്, ഒന്നിന്റെ സ്ക്വയർ കണ്ടിട്ട് ഇരട്ടി പൂജ്യം ഇട്ടാൽ പോരെ, 1 ഇൻറ്റു 1 1 തന്നെ, 1 2 3 പൂജ്യം ഉണ്ടെങ്കിൽ സ്ക്വയർ കാണുമ്പോൾ അതിൻ്റെ കണ്ടോ 1 2 3 4 5 6 ഇരട്ടി പൂജ്യം ഇട്ടാൽ ഉത്തരമായി. കണ്ടോ, ഇത് ഗുണിക്കാൻ പോയാൽ നമുക്ക് കൂടുതൽ സമയം ആവശ്യം വരും. ഈ സർവ്വസമവാക്യം ഉപയോഗിച്ച് എഴുതിയപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. അടുത്തത് നോക്കാം. ഇത് എ 8.9 എ ഇൻറ്റു എ എന്ന് വെച്ചാൽ എ സ്ക്വയർ കണ്ടോ, എ സ്ക്വയർ. പിന്നെയോ പ്ലസ് 2 എ ബി കണ്ടോ, 2 എ എന്ന് പറഞ്ഞാൽ 8.9 തന്നെ, ബി എന്ന് പറയുന്നത് 1.1. എ സ്ക്വയർ പ്ലസ് 2ab എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഒരു 1.1 കൂടെ ഉണ്ട്, കാരണം സ്ക്വയർ അല്ലേ വരണ്ടേ. അപ്പോൾ നോക്കിയേ 8.9 ഇത് എ പ്ലസ് ബി എത്രയാണ് 1.1 എന്തോ സ്ക്വയർ ഇട്ടാൽ പോരെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ 8.9 ഇവിടെ പ്ലസ് ആണ് കേട്ടോ വരുന്നത്. 8.9 പ്ലസ് 1.1 കൂട്ടുമ്പോൾ എത്ര ഒരു 9 10 8 9 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 10 സ്ക്വയർ ഈസിക്കൽ എത്രയാണ് 100 ആൻസർ. ഈ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. 8.9 ഇൻറ്റു 8.9 അത് എ സ്ക്വയർ പ്ലസ് 2ab ഉണ്ടോ, 2 ഇത് എ ഇത് ബി ഇത് പ്ലസ് ബി സ്ക്വയർ പ്ലസ് ആണ് ഇവിടെ ഉണ്ട് കേട്ടോ, പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ 1.1 ഇൻറ്റു 1.1. അപ്പോൾ അതെങ്ങനെ എഴുതിയാൽ മതി, 8.9 പ്ലസ് 1.1 സ്ക്വയർ ഈസിക്കൽ 10 സ്ക്വയർ എന്ന് വെച്ചാൽ 100 കിട്ടും. കാരണം നമ്മൾ നോക്കാം. ഇത് നോക്കിക്കേ 133 ഇൻറ്റു 133, അപ്പോൾ എ സ്ക്വയർ രൂപത്തിലാണ്, അത് നമുക്ക് അറിയാം. പിന്നെയോ 67 ഇൻറ്റു 67 2ab രൂപത്തിലല്ലല്ലോ, 2 ഇല്ല. അത് പക്ഷേ ഇത് കണ്ടോ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടോ, എ സ്ക്വയർ പ്ലസ് ബി 67 ഇൻറ്റു 67 അപ്പോൾ ബി സ്ക്വയർ ആണ്. പിന്നെ പ്ലസ് 2ab പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ആ രൂപത്തിലാണ് അല്ലേ, 2ab. അങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതിയാൽ മതി. എ എത്രയാണ് 133 പ്ലസ് ബി എത്രയാണ് 67 ഹോൾ സ്ക്വയർ എഴുതാം. എത്ര കിട്ടും, 133 പ്ലസ് 67 7 3 10 67 3 10 1 2 200 അല്ലേ, ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ. ഇതിൻ്റെ ഉത്തരം എത്ര വരും, 200 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 4 എത്ര പൂജ്യം ഉണ്ട് ഇവിടെ 2 പൂജ്യം. അപ്പോൾ ഇവിടെ ഉത്തരത്തിൽ 1 2 3 4 പൂജ്യം എഴുതിയ ആൻസറായി. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ ഒരെണ്ണമാണ് പഠിച്ചത്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളത് മാത്രമാണ് പഠിച്ചത്. ഇതുപോലെ കുറേ സർവ്വസമവാക്യങ്ങളുണ്ട്, നമ്മൾ ഓരോ ദിവസവും ഓരോന്നായിട്ട് നമുക്ക് വളരെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഓർത്തിരിക്കണം, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇങ്ങനെ തന്നാൽ ഈ രീതിയിൽ ഉത്തരം എഴുതാം, അല്ലെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ തന്നാൽ ഈ രൂപത്തിലേക്ക് വിപുലീകരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് സർവ്വസമവാക്യം ഓരോന്നായിട്ട് നമുക്ക് ഓരോ ദിവസം ക്ലാസ്സിൽ പഠിച്ചു വയ്ക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത സർവ്വസമവാക്യമായിട്ട് നമുക്ക് വരാം.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.